ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച തീയതി? ഉത്തരം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച സ്ഥലം? ഉത്തരം ശ്രീഹരിക്കോട്ട. ചന്ദ്രയാന്റെ പ്രവർത്തനം അവസാനിച്ചതായി ISRO പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? ഉത്തരം 2009 ഓഗസ്റ്റ് 29. ചന്ദ്രയാൻ 1 ദൗത്യത്തിന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആരായിരുന്നു? ഉത്തരം JN ഗോസ്വാമി. ചന്ദ്രയാൻ 1ന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമ്പോൾ ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ K കസ്തൂരിരംഗൻ. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ? ഉത്തരം ഡോക്ടർ K രാധാകൃഷ്ണൻ. ചന്ദ്രയാൻ 1ന്റെ ഭാരം? ഉത്തരം 1380 കിലോഗ്രാം. മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലം? ഉത്തരം ഷാക്കിൾട്ടൺ ഗർത്തം. 2008 നവംബർ 14 ഇത് പതിച്ചത്. ചന്ദ്രയാൻ 1 സഹകരിച്ച വിദേശ രാജ്യം? ഉത്തരം അമേരിക്ക. ചന്ദ്രയാൻ 1 ഇന്ത്യൻ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാമായിരുന്നു? ഉത്തരം ടെറൈൻ മാപ്പിംഗ് സ്റ്റീരിയോ ക്യാമറ, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ക്യാമറ, ലൂണാർ ലേസർ റേഞ്ചിംഗ് ഇൻസ്ട്രുമെന്റ്, ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, മൂൺ ഇമ്പാക്ട് പ്രോബ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലാംശം ഉള്ളതായി ചന്ദ്രയാൻ 1 കണ്ടെത്തിയതായി 2009 സെപ്റ്റംബറിൽ സ്ഥിരീകരിച്ച അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി ഏതായിരുന്നു? ഉത്തരം നാസ. ചന്ദ്രയാൻ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം ലഭിക്കുന്നത് എന്തിൽ നിന്നായിരുന്നു? ഉത്തരം സൂര്യൻ. എത്ര ബഹിരാകാശ പേടകങ്ങളുമായിട്ടാണ് ചന്ദ്രയാൻ 1 യാത്ര തുടങ്ങിയത്? ഉത്തരം 11. ഭാരതത്തിന്റെ ത്രിവർണ പതാകയുമായി ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകം? ഉത്തരം മൂൺ ഇമ്പാക്ട് പ്രോബ്. ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ ദൗത്യം? ഉത്തരം ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം? ഉത്തരം GSLV മാർക്ക് 3. GSLV മാർക്ക് 3യുടെ ഉയരം 43.43 മീറ്റർ. ഇന്ത്യയുടെ ബാഹുബലി എന്ന് അറിയപ്പെടുന്ന വിക്ഷേപണ വാഹനമാണ് GSLV മാർക്ക് 3. ISROയാണ് ബാഹുബലി എന്ന വിശേഷണം GSLV മാർക്ക് 3ക്ക് നൽകിയത്. ചന്ദ്രയാൻ 2 ദൗത്യം അംഗീകരിച്ച സമ്മേളനം? ഉത്തരം 2008 സെപ്റ്റംബർ 18 നടന്ന യൂണിയൻ ക്യാബിനറ്റ് സമ്മേളനം. ചന്ദ്രയാൻ 2 വിക്ഷേപണത്തിൽ ഇന്ത്യയെ സഹായിച്ച രാജ്യം? ഉത്തരം റഷ്യ. ചന്ദ്രയാൻ 2ന്റെ ഭാരം? ഉത്തരം 3850 കിലോഗ്രാം. ചന്ദ്രയാൻ 2ന്റെ പ്രൊജക്ട് ഡയറക്ടർ? ഉത്തരം M വനിത. ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ? ഉത്തരം K ശിവൻ. ചന്ദ്രയാൻ 2വിന് പ്രധാനമായും എത്ര ഭാഗങ്ങളുണ്ട്? ഉത്തരം 3 ഭാഗങ്ങൾ. ഓർബിറ്റർ, വിക്രം, പ്രാഗ്യാൻ. ഓർബിറ്റർ അല്ലെങ്കിൽ ലൂണാർ. ചന്ദ്രനെ വലയം ചെയ്യുന്നത് ഓർബിറ്റർ ആണ്. ഇതിന്റെ ആയുസ് 1 വർഷമാണ്. വിക്രം അല്ലെങ്കിൽ ലാൻഡർ. ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങുന്ന ലാൻഡർ ആണ് വിക്രം. ലാൻഡറിന് വിക്രം എന്ന പേര് നൽകിയത് വിക്രം സാരാഭായുടെ സ്മരണയ്ക്കായാണ്. സോഫ്റ്റ് ലാൻഡിംഗ് എന്ന രീതിയിലാണ് ചന്ദ്രനിൽ വിക്രം ഇറക്കുവാൻ ശ്രമിച്ചിരുന്നത്. പ്രാഗ്യാൻ അല്ലെങ്കിൽ റോവർ. ചന്ദ്രയാൻ 2ന്റെ റോവർ എന്നറിയപ്പെടുന്ന പര്യവേഷണം നടത്തുന്ന ഭാഗമാണ് പ്രാഗ്യാൻ. പ്രാഗ്യാൻ എന്ന റോവറിന് 6 ചക്രങ്ങളുണ്ട്. 14 ദിവസമാണ് പ്രാഗ്യാന്റെ പ്രവർത്തനകാലം. പ്രാഗ്യാൻ എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം അറിവ് എന്നാണ്.
ചാന്ദ്രയാൻ 2 ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന എത്രാമത്തെ രാജ്യം എന്ന നേട്ടമാണ് ഇന്ത്യ കൈവരിച്ചത്? ഉത്തരം 4-മത്തെ. ചാന്ദ്രയാൻ 1 ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം? ഉത്തരം 2003 ഓഗസ്റ്റ് 15. ചാന്ദ്രഭ്രമണത്തിലേക്ക് ചാന്ദ്രയാൻ 1 പേടകം എത്തിയ വർഷം? ഉത്തരം 2008 നവംബർ 8. ചാന്ദ്രയാൻ 2 പേടകത്തിന്റെ രൂപഘടന പൂർണ്ണമാക്കിയ വർഷം? ഉത്തരം 2009 ഓഗസ്റ്റ്. ചാന്ദ്രയാൻ 2 ഭ്രമണപഥത്തിലെത്തിയ വർഷം? ഉത്തരം 2019 ഓഗസ്റ്റ് 20. ചാന്ദ്രയാൻ 2 പരാജയപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? ഉത്തരം 2019 സെപ്റ്റംബർ 7 പുലർച്ചെ 1:53 സോഫ്റ്റ് ലാൻഡിങ്ങിന് വെറും 3 മിനിറ്റ് ശേഷിക്കെ 2.1 കിലോമീറ്റർ അകലെയാണ് ചാന്ദ്രയാൻ 2 പ്രാഗ്യാൻ റോവറിനെ വഹിച്ചിരുന്ന വിക്രം ലാൻഡർ പാളിയത്. സുരക്ഷിതമായി ഇറക്കുന്നതിനിടെ വേഗം നിയന്ത്രിക്കുന്നതിലെ വീഴ്ച ലാൻഡർ ഇടിച്ചിറങ്ങി തകരാനിടയാക്കി. വിക്രത്തിൽ ഉപയോഗിച്ചിരുന്ന 800 ന്യൂട്ടൺ ശേഷിയുള്ള 5-മത്തെ ത്രസ്റ്റർ എഞ്ചിനാണ് അന്ന് വില്ലനായത്. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഏകദേശ ചിലവ്? ഉത്തരം 615 കോടി. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പിന്നിലെ ഇസ്രോ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ തിരുവനന്തപുരം, ഇസ്രോ ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് തിരുവനന്തപുരം, UR റാവു സാറ്റലൈറ്റ് സെന്റർ ബാംഗ്ലൂർ, സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ അഹമ്മദാബാദ്, സ്പേസ് ഫിസിക്സ് ലബോറട്ടറി തിരുവനന്തപുരം, ഇസ്രോ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ബാംഗ്ലൂർ, സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം ശ്രീഹരിക്കോട്ട, ഇസ്രോ പ്രൊപ്പൽഷൻ കോംപ്ലക്സ് മഹേന്ദ്രഗിരി. ചാന്ദ്രയാൻ 3 ലിക്വിഡ് എഞ്ചിനുകൾ, ത്രസ്റ്ററുകൾ തുടങ്ങിയവ തയ്യാറാക്കിയ സ്ഥാപനം? ഉത്തരം ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ. ക്രയോജനിക് ലിക്വിഡ് പ്രൊപ്പൽഷനുകൾ സംയോജിപ്പിക്കുന്നത് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ആണ്. ചാന്ദ്രയാൻ 3 ചാന്ദ്രയാൻ ഉപഗ്രഹങ്ങളുടെ സംയോജനം നടത്തിയ സ്ഥാപനം? ഉത്തരം UR റാവു സാറ്റലൈറ്റ് സെന്റർ ബാംഗ്ലൂർ. ചാന്ദ്രയാൻ 3 ലാൻഡറിൽ സ്ഥാപിച്ചിട്ടുള്ള ചാസ്തെ, ലാക്മീർ എന്നീ പേലോഡുകൾ തയ്യാറാക്കിയ സ്ഥാപനം? ഉത്തരം സ്പേസ് ഫിസിക്സ് ലബോറട്ടറി തിരുവനന്തപുരം. ചാന്ദ്രയാൻ 3 ദൗത്യത്തിലെ സോളിഡ് മോട്ടോർ തയ്യാറാക്കിയതും വിക്ഷേപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതുമായ സ്ഥാപനം? ഉത്തരം സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം ശ്രീഹരിക്കോട്ട. നിലവിലെ ഇസ്രോ മേധാവിയും ഇന്ത്യൻ ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയുമായ മലയാളി? ഉത്തരം S. സോമനാഥ്. നിലവിലെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറി ഡയറക്ടർ? ഉത്തരം ഡോക്ടർ K. രാജീവ്. ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരം? ഉത്തരം 3,84,000 കിലോമീറ്റർ. ചാന്ദ്രയാൻ 3 ലാൻഡറിനും റോവറിനും ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം സോളാർ പാനലുകൾ വഴി പകരുന്ന ഊർജം. ചാന്ദ്രയാൻ 3 പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ? ഉത്തരം ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ഇതിൽ ലാൻഡറും റോവറുമാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുക. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഭ്രമണപഥത്തിൽ നിൽക്കും. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിന്റെ ഭാരം? ഉത്തരം 2148 കിലോഗ്രാം. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവറിന്റെ ഭാരം? ഉത്തരം 26 കിലോഗ്രാം. ചാന്ദ്രയാൻ 3 ഉപയോഗിച്ചിരുന്ന ശാസ്ത്രീയ ഉപകരണങ്ങളുടെ എണ്ണം? ഉത്തരം 7. ലാൻഡറിൽ 4 എണ്ണവും റോവറിൽ 2 എണ്ണവും പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ 1 എണ്ണവും. ചാസ്തെ എന്ന ഉപകരണത്തിന്റെ ഉപയോഗം? ഉത്തരം ചാന്ദ്രമണ്ണിന്റെ താപനില പരിശോധിക്കാൻ. ഇൽസ ഉപകരണത്തിന്റെ ഉപയോഗം?
ഉത്തരം ചന്ദ്രനിലെ കമ്പനങ്ങൾ അളക്കാൻ. ചന്ദ്രയാൻ 3യിലെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ ഉപയോഗിച്ചിരിക്കുന്ന ശാസ്ത്രീയ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം സ്പെക്ട്രോപോളറിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്. ഭൂമിക്ക് അരികിലെ ഇൻഫ്രാറെഡ് തരംഗം സംബന്ധിച്ചുള്ള പരീക്ഷണാത്മക പഠനത്തിനും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ കറങ്ങി ഭൂമിയെ നിരീക്ഷിക്കുക എന്നിവയാണ് ഷേപ്പിന്റെ ധർമ്മം. ഭൂമിയുടെ ദൃശ്യങ്ങളും ഇത് പകർത്തും. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ്ങിലൂടെ ഇതുവരെയും എത്ര രാജ്യങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്? ഉത്തരം 3. അമേരിക്ക, റഷ്യ, ചൈന. 1959 സോവിയറ്റ് യൂണിയൻ ലൂണ 1 എന്ന ദൗത്യം വഴി സോഫ്റ്റ് ലാൻഡിങ്ങിന് ശ്രമിച്ചു. എന്നാൽ ഇത് നടന്നില്ല. പിന്നീട് ഇതേ വർഷം തന്നെ ലൂണ 2 പേടകം ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി. ഇതോടെ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ പേടകം സോവിയറ്റ് യൂണിയന്റെ ലൂണ 2 ആയി. 1962 അമേരിക്കയും റേഞ്ചർ 4 എന്ന ദൗത്യവുമായി പേടകത്തെ ചന്ദ്രനിൽ ഇടിച്ചിറക്കി. 1966 സോവിയറ്റ് യൂണിയന്റെ ലൂണ 9 എന്ന ദൗത്യം വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. ലൂണ 13 വരെയുള്ള ദൗത്യങ്ങളിൽ ഈ വിജയം തുടർന്നു. സർവേയർ പരമ്പരയിലെ 5 ദൗത്യങ്ങളിലൂടെ അമേരിക്കയും ചന്ദ്രമണ്ണിൽ സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കി. 1969 ജൂലൈ 20 ചന്ദ്രനിൽ എത്തിയ അപ്പോളോ 11 ദൗത്യമാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യയാത്രാ ദൗത്യം. 2013 ഡിസംബർ 14 ചൈനയുടെ ചാങ് ഇ 3 എന്ന പേടകം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ചന്ദ്രയാൻ 3യുടെ ലാൻഡർ. ഉത്തരം വിക്രം.